ഈശോ ഷേക്സ്പിയറിയായിരിക്കട്ടെ. ഞാൻ മറിയമഗ്ദലേന. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് മാപ്പ് പറയുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അത് എൻ്റെ അലസത മൂലമാണ് കേട്ടോ. ഞാൻ മാപ്പ് പറയുന്നു, ഈശോയോട് മാപ്പ് അപേക്ഷിക്കുന്നു. ഈശോ അതെന്നോട് സംസാരിച്ചു, വ്യക്തമായിട്ട് സംസാരിച്ചു. ഞാനിന്ന് ഈശോയോട് സോറി പറഞ്ഞു. ഈശോയെ, ഞാൻ വൈകിപ്പോയി, എനിക്ക് മാപ്പ് തരണേ, എനിക്ക് പങ്കുവയ്ക്കാനായിട്ടൊരു വചനം തരണേ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്നപ്പോൾ ഈശോ എനിക്ക് എൻ്റെ കണ്ണോടക്കി ഈശോ എനിക്ക് കാണിച്ചു തന്ന വചനം അതെനിക്ക് വേണ്ടിയുള്ള വചനമാണ്. പക്ഷേങ്കിൽ ഞാനത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം ഇത് ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമം വന്നു. കാരണം ഞാൻ ഉള്ളിൽ ഇത്ര വിഷമിക്കുന്നുണ്ടെങ്കിൽ എന്നെ കാത്തിരുന്ന ഈശോ എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. ഞാനൊരു കാര്യം ഈശോയോട് കമ്മിറ്റ് ചെയ്തിട്ട് അത് ഞാൻ ചെയ്യാതെ പാലിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന് എൻ്റെ യേശുവിന് എത്ര വിഷമം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടല്ലേ അവൻ എന്നോട് അത് വചനത്തിലൂടെ എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു തന്നത്. വചന ഇപ്രകാരമാണ് സഹോദരങ്ങളെ. പ്രഭാഷൻ്റെ പുസ്തകം 22 അധ്യായം 1-2 വാക്യങ്ങളാണ്. അലസതയും ഭോഷത്വവും. ചെളിയിൽ പുണ്ട കല്ല് പോലെയാണ് അലസൻ. അവൻ്റെ നിന്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേറിന് തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈകുടഞ്ഞു കളയുന്നു. എൻ്റെ അലസതയ്ക്ക് ഈശോ എനിക്ക് തന്ന മറുപടിയായത് കേട്ടോ. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വീട്ടിൽ എല്ലാ ഭവനങ്ങളിലും വിശുദ്ധ ഗ്രന്ഥമുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഇല്ലാത്ത ഒരു ക്രിസ്ത്യൻ കുടുംബം ഉണ്ടാവാൻ സാധ്യതയില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഒരു ബൈബിൾ അവൻ്റെ വീട്ടിലുണ്ടാവും. പക്ഷെ നമ്മളിത് മനസ്സിലാക്കാതെ പോകുന്നൊരു സത്യമുണ്ട്. ഈശോയുടെ ജീവൻ്റെ തുടിപ്പാണ് ഈ പുസ്തകം. ഈശോ നമ്മളോട് എന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് കൂടെ സംസാരിക്കാൻ നമുക്ക് താല്പര്യമല്ലേ? എപ്പോഴും നമ്മൾക്ക് ഒരു ഇഷ്ടമുള്ള ഒരാളെ കണ്ടാൽ നമ്മൾ അയാളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടില്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അപ്പനേക്കാളും അമ്മയെക്കാളും മക്കളെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട വ്യക്തിയാണ് ഈശോ. നമ്മുടെ ദൈവമാണ് ഈശോ. ആ ഈശോ നമ്മളോട് സംസാരിക്കാനായിട്ട് വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഏത് നിമിഷവും. പക്ഷെ നമ്മളതിന് സമയം കണ്ടെത്തുന്നില്ല അവനോട് സംസാരിക്കാനായിട്ട്. അവന് സംസാരിക്കാനുള്ള ഏക മാർഗ്ഗമാണ് ഈ ബൈബിളെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. ഞാനടക്കോട്ടോ, എനിക്കും സാധിക്കാറില്ല. നമുക്ക് ഈശോയോട് മാപ്പ് പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ദിവസമെങ്കിലും ഒരു 10 മിനിറ്റ് ബൈബിൾ വായിക്കാനുള്ള ഒരു തുറവി തരാനായിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തുടിപ്പുകളാണ് ഇതിനകത്ത്. അവൻ നമ്മളോട് സംസാരിക്കാനായിട്ട് എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് പലപ്പോഴും, ഞാനടക്കം. ഒരു 10 മിനിറ്റ് നമുക്ക് അവന് വേണ്ടി സമയം കണ്ടെത്താം, അവനോട് കൂടി സംസാരിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ മറ്റുള്ളവരിൽ പോയിട്ട് സഹായം തരാതെ അവനോട് ചോദിക്കേ, ഈ ബൈബിൾ എടുത്ത് ചോദിക്കാം, അവൻ കറക്റ്റ് മറുപടി തരും. എൻ്റെ അനുഭവമാണത്. പക്ഷേ എന്നിട്ടും ഞാനും മറന്നു പോകാറുണ്ട് സഹോദരങ്ങളെ. അതിനായി നമുക്ക്